മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്രത്തിന്റെ ഉരുണ്ടുകളിക്കെതിരെ സംസ്ഥാന സർക്കാർ. കേന്ദ്രം പിന്നിൽ നിന്ന് കുത്തുന്നുവെന്ന് സർക്കാരും പാർലമെന്റിനകത്തും പുറത്തും വിഷയം ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷവും പ്രതികരിച്ചു. മാനദണ്ഡം പാലിക്കാതെ എങ്ങനെ സഹായം നൽകുമെന്ന വാദമാണ് BJP ഉന്നയിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ദുരന്തഭൂമിയിലെത്തി സഹായം ഉറപ്പു നൽകി. എന്നിട്ടും സഹായമില്ല. ആവശ്യങ്ങളിൽ അനുകൂല പ്രതികരണവുമില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. നിത്യാനന്ദ റായിയുടെ കത്ത് പ്രാഥമികമായി പറഞ്ഞാൽ ജനാധിപത്യ മര്യാദകളോടുള്ള വെല്ലുവിളിയാണ്. കേരള ജനതയോടുമുള്ള വെല്ലുവിളിയാണ്. കേരളം എന്താണ് ഇത്ര വലിയൊരു കുറ്റം ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. കേരളം ഒരു മനസ്സായി നിന്നുകൊണ്ട് ഈ അവകാശങ്ങൾ മേടിച്ച് ചൂരൽമലയെ പുനരധിവസിപ്പിക്കാൻ അവരോടൊപ്പം നിൽക്കണം. നിർണായക ഘട്ടങ്ങളിൽ കേന്ദ്രം കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്നും കേരളം പൊറുക്കില്ലെന്നും മന്ത്രി MB രാജേഷ്. പിന്നിൽ നിന്നുള്ള കുത്ത് കേരളം പൊറുക്കില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇതെല്ലാം തള്ളിക്കൊണ്ടുള്ള നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇത് ഒരിക്കലും കേരളം പൊറുക്കില്ല. ഇതിന് തിരിച്ചടി കൊടുക്കാനുള്ള അവസരം പാലക്കാട്ടെ വോട്ടർമാർക്കാണ് വരുന്നത്. കേന്ദ്ര നിലപാടിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തന കേന്ദ്രമാക്കുന്നതിനാലാണ് വയനാടിനെ അവഗണിക്കുന്നത് എന്നും വിമർശനം. അവഗണനയ്ക്കെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യുമെന്ന് പ്രതിപക്ഷം. ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ തീർച്ചയായിട്ടും ഉയർത്തും. കേന്ദ്രത്തിന്റേത് ക്രൂര സമീപനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. ഇത് ഏറ്റവും അങ്ങേറ്റത്തെ ക്രൂരതയോടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് കേരളത്തിനെതിരായിട്ട്. കാരണം ഇത് എന്തെങ്കിലും ഔദാര്യമല്ല. ഇത്രയും സമാനതകളില്ലാത്ത ഒരു ദുരന്തം കേരളത്തിൽ നടന്നിട്ട് ലോകം മുഴുവനുള്ള ആളുകൾ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ കൈകോർത്തു പിടിക്കാൻ മുന്നോട്ട് വന്നിട്ട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ക്രൂരതയാണ് ഇതിനകത്ത്. എന്നാൽ ഊഹക്കണക്ക് നോക്കിയാണോ സഹായം നൽകേണ്ടതെന്നാണ് BJPയുടെ ചോദ്യം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിന്റെ കാരണക്കാർ മുൻ കോൺഗ്രസ് സർക്കാരാണെന്നും കുറ്റപ്പെടുത്തൽ. UPA സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത്. ആ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം നൽകിയിട്ടുള്ളത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഷയം പ്രചാരണത്തിൽ സജീവമായി ഉന്നയിക്കാനാണ് LDF UDF തീരുമാനം. ന്യൂസ് ഡെസ്ക് 24.